ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റീരീസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരുന്നത് ഒരു ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്കാണ്. ഇത് നമ്മുടെ വീട്ടിലെ കുട്ടീസിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കാണ്. അവർക്ക് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. തീയും അങ്ങനെ സ്റ്റൗവിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിന്. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ബാർലി ഫ്ലേക്സ് ആണ്. ഇതാണ് ബാർലി ഫ്ലേക്സ്. അതിൻ്റെ ഈ ഒരു കപ്പ്, അതായത് ഏകദേശം ഒരു അര കപ്പൊക്കെ ഉണ്ടാകും. ഒരല്പം ബാർലി ഫ്ലേക്സ് ഞാൻ അവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാണ്. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ്. അത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്. അതുപോലെ മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. പഞ്ചസാര 2 ടേബിൾ സ്പൂണൊക്കെ അധികമായിരിക്കും. മധുരം ആവശ്യം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ കൈയെല്ലാം നല്ലപോലെ വാഷ് ചെയ്തിട്ട് നമുക്കത് കൈയും കൊണ്ട് തന്നെ ഇങ്ങനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം പൊടിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നല്ലപോലെ ഇങ്ങനെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും. ഇത് ഇപ്പം റെഡിയായി. സ്നാക്ക് ഇത്രയും ഉള്ളൂ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആക്കണമെങ്കിൽ നമ്മളിതിപ്പോൾ ഇങ്ങനെ വെക്കുക. നമ്മൾ സെർവ് ചെയ്യണ സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് അനുസരിച്ച് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പാലും കൂടെ ചേർക്കുക. ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ തിളപ്പിച്ച പാലാണ്. ഒരു 2 ടീസ്പൂൺ തിളപ്പിച്ച പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ എന്നിട്ട് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ നല്ലപോലെ നനഞ്ഞു കിട്ടും. ഇനി നമുക്ക് ഇതിങ്ങനെ തന്നെ കഴിക്കാം. ഇങ്ങനെ കഴിക്കാം. അതല്ല, കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് കുറച്ചുകൂടെ നനച്ചിട്ടൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പാലും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാവുന്നേ. ഇത് കുട്ടീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം അവർ തന്നെ പ്രിപ്പയർ ചെയ്ത് സ്നാക്ക് ആവുമ്പോൾ അവർക്കിത് കഴിക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇനി ഞാൻ വേറൊരു സ്നാക്കും കൂടെ കാണിച്ചു തരുന്നത് നമ്മുടെ കോൺഫ്ലേക്സ് കൊണ്ടാണ്. ഇത് വേറെ ഫ്ലേവേഴ്സ് ഒന്നും ആഡ് ചെയ്യാത്ത പ്ലെയിൻ ആയിട്ടുള്ള കോൺഫ്ലേക്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാനിവിടെ ഒരു അര കപ്പോളം എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്യാണ്. സെയിം പ്രൊസീജിയർ തന്നെ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ ആഡ് ചെയ്യുകയാണ്. നമുക്ക് ബാർലിയുടെ ഫ്ലേക്സ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കോൺഫ്ലേക്സ് കൊണ്ട് തന്നെ ഈ സ്നാക്ക് തയ്യാറാക്കാം. അതുകൊണ്ടാണ് ഞാനിത് രണ്ടെണ്ണമായിട്ട് കാണിക്കുന്നത്. അതേപോലെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. സെയിം സ്റ്റെപ്സ് തന്നെ നമുക്കിനി ഇത് കൈയും കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അങ്ങനെ ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നേരിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ പാലൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിൽ പാലൊന്നും ആഡ് ചെയ്യാതെ നമുക്കിങ്ങനെ തന്നെ കഴിക്കാം. ബാർലി ഫ്ലേക്സിൽ നമുക്ക് വേണമെങ്കിൽ മാത്രം പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പാലും കൂടെ ആഡ് ചെയ്യുമ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. അത് ഇഷ്ടമില്ലെങ്കിൽ പാല് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അങ്ങനെ ഈസി ആയിട്ടുള്ള 2 ഹെൽത്തി സ്നാക്സ് ആണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തന്നത്. അപ്പോൾ ഇത് ആർക്കും വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കുക. ഇതെല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ വേറൊരു റെസിപ്പികളുമായി വരുന്നവരേക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.